വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന മിൻഹയെ കണ്ടതും ഷെബിയുടെ കണ്ണുകൾ തിളങ്ങി. സാറ്റിൻ മെറ്റീരിയലിലുള്ള ഇളം മഞ്ഞ കളറിലുള്ള നൈറ്റ് ഗൗണായിരുന്നു അവളുടെ വേഷം. ഹാഫ് സ്ലീവ് വരുന്ന നൈറ്റ് ഗൗണായിരുന്നു അത്. കുളി കഴിഞ്ഞ് വന്നതിനാൽ തലയിൽ ടവൽ കെട്ടിവച്ചിട്ടുണ്ടായിരുന്നു. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തും പിൻകഴുത്തിലും കയ്യിലും വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ആ നിമിഷം അവൻ്റെ ഉള്ളിൽ ആ വെള്ളത്തുള്ളികൾ ഓരോന്നും തൻ്റെ ചുണ്ടിനാൽ ഒപ്പിയെടുക്കാനുള്ള വെമ്പലായിരുന്നു. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നതും അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ മിന്നു അവന് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഷെബിക്ക പ്ലീസ് അടുത്ത് വരരുത്. അത് കേട്ട് ഷെബി ഒന്ന് പേടിച്ചു. ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയ നാണക്കാരിയായിരുന്നല്ലോ, പെട്ടെന്ന് ഇതെന്ത് പറ്റി? അതും മനസ്സിൽ പറഞ്ഞു. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തേക്കാന്ന് കരുതി അവളെ വീണ്ടും തൊടാനാഞ്ഞതും അവൾ വീണ്ടും പിന്നിലോട്ട് നീങ്ങി. ഷെബിക്ക, ഞാൻ വുളു എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാ തൊടരുതെന്ന് പറഞ്ഞത്. മിൻഹ പറഞ്ഞത് കേട്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. നീ എന്നെ പേടിപ്പിച്ചല്ലോടി, ഇതങ്ങ് നേരത്തെ വാ തുറന്ന് പറഞ്ഞാൽ പോരെ? ഞാനിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് പണ്ടാരടങ്ങിയാനല്ലോ. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും എൻ്റെ ഡെത്ത് ആനിവേഴ്സറിയും ഒരുമിച്ച് നിനക്ക് ആഘോഷിക്കേണ്ടി വന്നേനെ. അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ പറയാൻ വരികയായിരുന്നല്ലോ. അല്ല കോയാ, നിങ്ങൾക്ക് നിസ്കാരവും ഓത്തും പൈത്തൊന്നും ഇല്ലേ? എൻ്റെ പടച്ചോനെ, ഈമാനില്ലാത്ത ഇങ്ങളെയാണോ ഞാൻ കെട്ടിയത്? ഷോ, മിൻഹ അവനെ നോക്കി പറഞ്ഞു. ഓ പിന്നെ വല്ല ഈമാൻകാരി വന്നിരിക്കുന്നു. ഡി, നിന്നെ പോലെ എല്ലാം കൂടി ഒരുമിച്ച് തലകുത്തി മറിയലല്ല എൻ്റെ പണി. ഞാൻ പള്ളിയിൽ പോയി അതാത് സമയത്ത് നിസ്കരിക്കുന്ന ആളാ. അതുകൊണ്ട് എന്നെ ഈമാനിൻ്റെ കാര്യം പഠിപ്പിക്കാൻ നിൽക്കണ്ട. അല്ല, ഇതൊക്കെ എന്നുള്ളതാണോ അതോ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതോ? ആർക്കറിയാം. ഷെബി അതും പറഞ്ഞ് കൈ മലർത്തി. എനിക്ക് ഇങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പടച്ചോനെ ബോധിപ്പിച്ചാൽ മതി. ഞാൻ എന്നും നിസ്കരിക്കും. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇതുപോലെ ആവാറുണ്ട്, അത്രയേ ഉള്ളൂ. അത് പടച്ചോൻ അങ്ങ് പുറത്തോളും. മിൻഹ പരിഭവത്തോടെ പറഞ്ഞു, മുഖം വീർപ്പിച്ച് നിന്നു. ഈ ഇങ്ങനെ പിണങ്ങല്ലേ മുത്തേ എന്നും പറഞ്ഞ് അവൻ അറിയാതെ അവളുടെ കവിളിൽ തൊടാനാഞ്ഞതും അവൾ വീണ്ടും ഒഴിഞ്ഞു മാറി. നിങ്ങളെൻ്റെ വുളു മുറിച്ചടങ്ങും മനുഷ്യ, അവൾ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി, ഞാൻ പിന്നെയും മറന്നു. എടി, നമ്മളിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയില്ല. എന്തിന് ചുംബിച്ചാൽ പോലും മുറിയില്ലത്രേ. ഇന്നത്തേക്ക് നമുക്ക് അങ്ങോട്ട് ചാടിയാലോ? ഞാൻ എന്തായാലും ചാടില്ല, നിങ്ങൾ വേണേ ചാടിക്കോ, അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിലും ഒന്നും കൂടി വുളു ചെയ്തെന്ന് വെച്ചേ ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോണില്ല എൻ്റെ മിന്നൂസേ. എൻ്റെ ദോഷമൊക്കെയും അങ്ങനെയെങ്കിലും ചുരുങ്ങട്ടെന്ന്. ഞാനതിന് മാത്രം ദോഷമൊന്നും ചെയ്തിട്ടില്ല, മിന്നു ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലേ, ആര് പറഞ്ഞു? നീയല്ലേ കഴിഞ്ഞ ദിവസം ഒരു അന്യപുരുഷൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്തത്? അത് മാത്രമാണോ? ഒരു അന്യപുരുഷനോട് പാവാട പൊക്കാൻ വരെ നീ പറഞ്ഞില്ലേ? ഷെബി കുസൃതി ചിരിയോടെ പറഞ്ഞു. ആ അന്യപുരുഷൻ നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ? നിങ്ങളെൻ്റെ കെട്ടിയോനല്ലേ, പിന്നെന്താ? അതിപ്പോഴല്ലേ, അപ്പം ഞാൻ നിനക്ക് അന്യനായിരുന്നു. അതൊരു തിന്മ തന്നെയാണ്. നിന്റെ ഇടതുവശം അതെപ്പോഴേ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഷോ, നിങ്ങളെന്നെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. അതെ, അന്യ സ്ത്രീക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്താലും അമ്മാതിരി നോട്ടം നോക്കിയാലും ഇടതുവശം തന്നെയാണ് എഴുതുന്നത്, അല്ലാതെ വലതുവശമല്ല എന്നും പറഞ്ഞ് അവൾ നിസ്കാര പായെടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഷെബി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഞാൻ നമുക്ക് രണ്ടുപേർക്കും കൂടി പൊറുക്കല്ലേ തേടാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? മിന്നു ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. കൂടെ ഒന്നുകൂടി പറഞ്ഞേക്ക്, ഇതുപോലൊരു മണിയറ സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി തരണേ എന്ന്. അതിപ്പം തന്നെ ചോദിക്കണോ മാഷേ? ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ച് നാൾ ജീവിച്ച് നോക്കട്ടെ. ഇവിടെ അടിപൊളിയാണെങ്കിൽ സ്വർഗത്തിലും നമുക്ക് ഒരുമിച്ച് കൂടാം. എന്തേ, ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? ഇതുഷ്ടേ, നിനക്ക് വെച്ചിട്ടുണ്ട് ട്ടാ, നീ പെട്ടെന്ന് വാ, അത്രയും പറഞ്ഞ് ഷെബി ബെഡിൽ മലർന്നു കിടന്നു. മിൻഹയുടെ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ സമയം 1 മണി. അവൾ മൂടി വെച്ചിരുന്ന പാലെടുത്ത് അവന് നേരെ നീട്ടിയതും അവനത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അവൾ കുടിച്ച ശേഷമാണ് അവൻ കുടിച്ചത്. പാൽ ഗ്ലാസ് തിരികെ വെച്ച് അവളെ ഒന്ന് നോക്കിയതും അവൾ ചിരിക്കണോ വേണ്ടയോ എന്ന പോലെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവളുടെ ഉള്ളിലെ ഭയം അവൻ മനസ്സിലാക്കിയിരുന്നു. ആ നിമിഷം അവൻ അവളെ പ്രണയത്തോടെ നോക്കി നിന്നു. അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവളുടെ വലത് കരമെടുത്ത് ചുണ്ടോട് ചേർത്തതും അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് മുഖം തിരിഞ്ഞു നിന്നു. അവൾക്ക് പിന്നാലെ ചെന്ന് അവളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അവളുടെ തോളിൽ താടിയൂന്നി നിന്നുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, സമയം വളരെ കുറവാണ്. ഭാര്യ വീടായതുകൊണ്ട് ഒരുപാട് നേരം ഉറങ്ങാനും പറ്റില്ല. നമുക്ക് 5 മണിക്ക് എഴുന്നേക്കണ്ടേ? അതുകൊണ്ടേ ഇമാതിരി കളിയൊക്കെ നമുക്ക് നാളെ തൊട്ട് കളിക്കാം.
അതുകൊണ്ട് നമുക്ക് നേരെ ചടങ്ങിലേക്ക് കടന്നാലോ എന്നും പറഞ്ഞ് അവളുടെ നൈറ്റ് ഗൗണിൻ്റെ വള്ളി വലിച്ചൂരി ഓവർകോട്ട് അഴിച്ചു മാറ്റിയതും അവളുടെ ശരീരം വിറപ്പുണ്ടു. കോട്ട് അഴിച്ചു മാറ്റിയതും അകത്തുണ്ടായിരുന്ന ഡ്രസ്സ് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. ബാക്ക് ഓപ്പണോട് കൂടിയ വീനെക്ക് ഷോൾഡർ സ്ട്രാപ്പ് നൈറ്റി ആയിരുന്നു അകത്തുണ്ടായിരുന്നത്. അവളുടെ പുറമേനി മുഴുവൻ അവൾക്ക് മുന്നിൽ ദൃശ്യമായതും അവൻ അവളുടെ കാതോരം ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മഞ്ഞക്കിളി, ഇത്രയും കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ബാക്ക് ഓക്കെയാണ്, ഇനി മുൻവശം ഓക്കെയാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളുടെ കാതോരം അത് പറയുമ്പോൾ അവൻ്റെ കൈവിരലുകൾ അവളുടെ പുറമേനിയെ തഴുകുന്നുണ്ടായിരുന്നു. അത് കേട്ടതും അവൾ അവന് നേരെ തിരിഞ്ഞു. അവൻ്റെ കവിളിൽ ഒരു കടി കൊടുത്തെങ്കിലും അവൻ്റെ കണ്ണുകൾ വീനക്കിൽ കൂടി കാണുന്ന അവളുടെ മാറിൻ ചുഴിയിലായിരുന്നു. ഫ്രണ്ട് ഡബിൾ ഓക്കെയാണ് മഞ്ഞക്കിളി എന്നും പറഞ്ഞു അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെയും കൈകളിൽ കോരിയെടുത്ത് നടക്കുമ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലെ പ്രണയഭാവം താങ്ങാനാവാതെ തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. അവളെ ബെഡിൽ പതിയെ കിടത്തി അവളോട് ചേർന്ന് കിടന്നു. ഇരുവരും കുറച്ചു നേരം കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അവനവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. പിന്നീട് അവൻ്റെ ചുണ്ടുകൾ ഏറെ പ്രണയത്തോടെ അവളുടെ ഇരു കണ്ണിലും അമർന്നു. പിന്നീട് അവൻ്റെ നോട്ടം ചെന്നെത്തിയത് അവളുടെ കീഴ്ചുണ്ടിന് താഴെയുള്ള മറുകിലായിരുന്നു. അവൻ തൻ്റെ കൈവിരലുകളാൽ അവളുടെ കീഴ്ചുണ്ട് ഒന്ന് ഞെരടി. അവൻ അവിടം ചെറുതായി മുത്തിയതും അവളൊന്ന് ഒയങ്ങിപ്പോയി. എൻ്റെ ഈ മറുക് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. എൻ്റെ മുഖത്ത് നോക്കിയാൽ ആദ്യം നോട്ടം ചെന്നെത്തുന്നതേ ഇവിടെയാണ്. അവളുടെ അതരങ്ങൾ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഇവിടെ കിടക്കുന്ന മറുകുണ്ടല്ലോ, അത് അതിനേക്കാളും അടിപൊളിയാ. ഡ്രസ്സിന് മേലെയായി അവളുടെ പൊക്കിൾ ചുഴിക്കരികിൽ തലോടിക്കൊണ്ടവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണൊന്ന് മിഴിഞ്ഞു വന്നു. ഞാനെങ്ങനെ കണ്ടു എന്നാവും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ടവൻ അത് പറഞ്ഞതും അവൾ അതേന്ന പോലെ തലയനക്കി. നേരത്തെ നിന്റെ ദുപ്പട്ട മാറ്റിയപ്പോൾ കണ്ടതാ, അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു. നേരത്തെ അതങ്ങനെ കാണാൻ വഴിയില്ല. പിന്നെ എങ്ങനെ? സത്യം പറ, നിങ്ങൾ എപ്പോഴേലും എൻ്റെ മുറി വന്നിരുന്നോ? പിന്നെ ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ പാതിരാത്രി നുഴഞ്ഞു കയറാൻ എനിക്ക് ഭ്രാന്താണല്ലോ. അതിന് മാത്രം ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും എത്തിയേനെ. അവളുടെ ഡ്രസ്സിൻ്റെ സ്ട്രാപ്പ് അല്പം താഴ്ത്തി ഇടതു തോളിൽ ചുണ്ടമർത്തിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാ പറ. ഞാൻ ചുമ്മാ പുളോടിച്ചതാണ് എൻ്റെ മിന്നൂസേ. അതും പറഞ്ഞവൻ അവളുടെ കഴുത്തിൽ മുഖമുരസി. അവൻ്റെ കുറ്റിത്താടിയും മീശയും അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടിയതും അവൾ നീങ്ങിപ്പോയി. അല്ല, ഇത്രയും കറക്റ്റായി പറയണമെങ്കിലേ കണ്ടിട്ട് തന്നെയാ പറഞ്ഞേ. നിങ്ങളെന്നെ ഇങ്ങനെ ടെൻഷൻ എടുക്കാതെ പറ ഷബിക്ക. അവൻ്റെ തല മെല്ലെ പിടിച്ചുയർത്തിക്കൊണ്ടവൾ ചോദിച്ചു. നാളെ പറയാനേ, ഇപ്പം നീ അത് വിട്. അവൻ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കഴുത്തിലും മാറരിക്കിലും അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നതും അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. അവളുടെ മാറിൻ ചുഴി മെല്ലെ നാവ് കൊണ്ട് തഴുകിയതും അവളിലൂടെ വൈദ്യുത പ്രവാഹം കടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. എങ്കിലും അവൾ വിടാൻ തയ്യാറല്ലായിരുന്നു. എന്നാ ഇതിൻ്റെ ബാക്കി നാളെ മതിയെന്നും പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയതും ഷെബി അതിനനുവദിക്കാതെ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തിരുന്നു. അവനെ ഏറെ നേരമായി കൊതിപ്പിച്ച അവളുടെ ചെഞ്ചുണ്ടുകൾ അവൻ മാറി മാറി നുണഞ്ഞതും അവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു. അവളുടെ അതരങ്ങൾ പകർന്നു നൽകുന്ന മധുരം അവൻ്റെ സിരകളിലേക്ക് ലഹരിയായി പടർന്നു കയറിയതും അവൻ ഏറെ ആവേശത്തോടെ അവളുടെ നാവിലേക്ക് ചേക്കേറി നുണയാൻ തുടങ്ങി. ഒടുവിൽ ശ്വാസം വിലങ്ങുമെന്നായപ്പോൾ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചതും കിതപ്പിടക്കാൻ പാടുപെടുന്ന മിന്നുവിനെയാണ് കാണുന്നത്. ആ നിമിഷം അവൻ അവളുടെ നെറുകയിലൊന്ന് മുത്തിയതും അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. മിൻഹ, കണ്ണ് തുറക്കൻ്റെ പെണ്ണേ, അവൻ അവളുടെ തൊണ്ടക്കുഴിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. ഞാൻ നിന്നെ മിൻഹാന്ന് വിളിക്കണോ അതോ മിന്നുവെന്ന് വിളിക്കണോ? രണ്ടും വിളിക്കണ്ട. പിന്നെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നതല്ലേ, വേറെ എന്തേലും വിളിച്ചാൽ മതി. എങ്കിൽ കുഞ്ഞിപ്പെണ്ണേന്ന് വിളിക്കാം. അയ്യേ, അതിത്തിരി ക്ലീശ അല്ലേ മാഷേ? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മൊത്തം ക്ലീശ അല്ലായിരുന്നോ? റൊമാൻസിൽ അല്പം ക്ലീശയൊക്കെ ഉണ്ടായെന്ന് വരാൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണേ. എൻ്റെ ഷെബിക്ക, 5.5 വർഷം മുന്നായിരുന്നേ ഈ വിളി ഞാനും എൻജോയ് ചെയ്തേനെ. അന്ന് ഞാനൊരു കുഞ്ഞിപ്പെണ്ണായിരുന്നല്ലോ. ഇതിപ്പോൾ എനിക്ക് നീ അന്നും ഇന്നും കുഞ്ഞിപ്പെണ്ണ് തന്നെയാ. അന്ന് ആദ്യമായി നിന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന പേരിതാണ്. അപ്പം നൈഷയെ കണ്ടപ്പോഴോ? മിൻഹ അവന് നേരെ പുരികം പൊക്കി. ദേ, നീ എൻ്റെ മൂഡ് കളയല്ലേ. അവളോട് എനിക്ക് ചെറിയൊരു ക്രഷ് തോന്നിയെന്നത് സത്യ.
പിന്നെ അവളൊരു ലോഡ് ഫോറിൻ ചോക്ലേറ്റ്സും കൊണ്ട് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ചോക്ലേറ്റ് ഭ്രാന്ത് മൂത്ത് ആ ഗോഗു എന്നെ കൊണ്ട് യെസ് പറയിപ്പിച്ചു. പിന്നെ ഞങ്ങളൊരു മാസം ഇത്തിരി മരം ചുറ്റി നടന്നു എന്നല്ലാതെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടെ ഫോൺ വിളിക്കും. ഇത് കേട്ടതും പിന്നെ അവനെ തുറച്ചു നോക്കി. ഓൺലി ഫോർമൽ ടോക്സ്. സത്യം. കൃത്യം 1 മാസം കഴിഞ്ഞ് അവളുടെ ഇക്കാക്കയുടെ കൂടെ അവളെ കെട്ടാൻ പോകുന്ന പയ്യനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ എന്നെ കാണാൻ വന്നു. മാന്യമായി പറഞ്ഞു അവളെ മറക്കണമെന്ന്. ആ പെണ്ണും അവനും തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നുവെന്ന്. വീട്ടുകാരുടെ സമ്മതത്തോടെ അവരുടെ മാരേജ് നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു അത്രേ. അതിനിടയിൽ ആ പെണ്ണിന് ആക്സിഡൻ്റായി ഭാഗികമായി ഓർമ്മയും പോയിരുന്നു. അതോടെ അവൾ അവൻ്റെ മുഖം പോലും മറന്നു. ആ ആക്സിഡൻറ്റിന് ശേഷം അവർ വീട് മാറി പിന്നീട് ട്രാൻസ്ഫറായി നമ്മുടെ കോളേജിലേക്ക് വന്നതായിരുന്നു. ആ സമയത്താണ് അവൾക്ക് എന്നോട് പ്രേമം തോന്നുന്നത്. ഇതൊക്കെയും ഞാനറിഞ്ഞോ. ഫ്രഷാണെന്ന് കരുതി യെസ് പറഞ്ഞതാ. സെക്കൻഡ് ഹാൻഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ സ്കൂട്ടായി. അത് കേട്ടതും പിന്നെ അവനെ കൂർപ്പിച്ചു നോക്കി. ശരിക്കും ആ പെണ്ണിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇതോടെ എന്നെ എൻ്റെ കൂട്ടുകാർ എന്നെ തേപ്പുകാരൻ മാത്രമല്ല വാർപ്പുകാരനും ആക്കി. ഇതാണ് സത്യം. ഇനി നിനക്ക് സംശയമുണ്ടോ? നിന്നോട് തോന്നിയ ഫീലൊന്നും എനിക്ക് അവളോട് തോന്നിയിട്ടില്ല. അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ടവൻ പറഞ്ഞു. ആർക്കറിയാം, ഇനിയിപ്പോൾ സത്യമാണെന്ന് കരുതി വിശ്വസിച്ചല്ലേ പറ്റൂ. മിന്നു നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അവളെ ഇക്കിളി കൂട്ടിയതും അവിടം അവളുടെ പൊട്ടിച്ചിരികൾ ഉയർന്നു. പതുക്കെ ചിരിക്കാൻ എല്ലാവരും കേൾക്കും. അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടിലെ ഈ മറുക് കണ്ടത് പിന്നെ ഞാൻ മറ്റൊരു പെണ്ണിനെ നോക്കിയിട്ട് പോലുമില്ല. അവളുടെ മറുകിൽ ചുണ്ടമർത്തിക്കൊണ്ടവൻ പറഞ്ഞു. അന്ന് യൂണിയൻ ഇനോഗ്രേഷൻ ഡേയിൽ നീയും പ്രിയയും കൂടി ഞങ്ങൾക്ക് വായി നോക്കിയെന്ന ഓമന പേര് ചാർത്തി തന്നിരുന്നില്ലേ? അത് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷിച്ചു ഞാൻ ക്ലാസ് മുറിയിൽ വന്നത് ഓർമ്മയുണ്ടോ? അപ്പോഴാണ് ഞാനേ ഇത് കണ്ടത്. അവളുടെ വയറിൽ തഴകിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ നീങ്ങിപ്പോയി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യേ, അപ്പം വായ്നോട്ടം മാത്രമല്ല, പലയിടത്തും നിങ്ങൾ നോക്കൂലേ? വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത നീ പ്രിയയുടെ തോളിലേക്ക് ചാഞ്ഞ് ദാ നോക്കിക്കോ എന്ന പോലെ ഇരിക്കുവാണല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? അങ്ങ് നോക്കി. നിഷ്കളങ്കനായ ഞാൻ ഒറ്റ തവണയെ നോക്കിയുള്ളൂ. അതുമാത്രമല്ല, എന്തൊക്കെയോ കണ്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ പറയാൻ വന്നത് പോലും പറയാതെ ഞാൻ സ്ഥലം വിടുകയായിരുന്നു. അതൊക്കെ ഒരു കാലം. എന്നാലും അന്ന് കണ്ടതിൻ്റെ ബാക്കിയതേ ഇങ്ങനെയൊക്കെയായി കാണാൻ പറ്റുമെന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അത് കേട്ടതും അവൾ അവൻ്റെ കയ്യിലൊന്ന് പിച്ചി. അവനൊന്ന് എരിവലിച്ചു അവളെ കൂർപ്പിച്ച് നോക്കി. അവൻ തൻ്റെ ടീഷർട്ട് അഴിച്ചു മാറ്റിയത് കണ്ടതും മിന്നു ചെറുതായി പേടിച്ചു. അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു. ആ നിമിഷം അവന് ചിരി വരുന്നുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണെ, ഞാൻ നിന്നെ ശരിക്കൊന്ന് കണ്ടോട്ടെ? അവളുടെ ഡ്രസ്സിന് മുകളിൽ കൂടി മാറിടം ഒന്ന് താഴ്ത്തിക്കൊണ്ടവൻ പറഞ്ഞതും നാണം കൊണ്ട് പൂത്തുലഞ്ഞ മിൻഹ മറുപടി ഒന്നും പറയാതെ ഒരു തരം പിടച്ചിലൂടെ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞതും അവൻ പിന്നെയും ചോദ്യം ആവർത്തിച്ചു. അവൾ നേർമയായി ഒന്ന് മൂളി. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. ചുണ്ടുകൾ അവിടെ നിന്ന് പിൻവലിക്കാതെ അവൻ അവളുടെ ഡ്രസ്സ് ഷോൾഡറിൽ നിന്നും വലിച്ചു വയറുവരെ താഴ്ത്തിയതും അവളുടെ ശരീരം ആലില പോലെ വിറപൂണ്ടു. ഷെബിക്ക, എനിക്ക്... അവൾ എന്തോ പറയാനാഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ ചുണ്ടമർത്തി. അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്നും പിൻവലിച്ചു. അവൻ്റെ കണ്ണുകൾ പതിയെ അവളുടെ മുഖത്തു നിന്നും താഴേക്ക് അരിച്ചിറങ്ങിയതും അവൾ നാണത്താൽ ഇരുകൈയാലെ മറച്ചു പിടിച്ചു. ഷെബി അവളുടെ കൈ രണ്ടും എടുത്തു മാറ്റി അവിടെ ഒന്ന് നോക്കിയതും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിയുന്നത് അവൾ നാണത്തോടെ നോക്കി നിന്നു. അവളുടെ മാറിടുക്കിൽ പതിയെ മുഖമുരസിക്കൊണ്ടവൻ അവിടം അമർത്തി മുത്തിയതും അവൾ നീങ്ങിപ്പോയിരുന്നു. അവളിൽ നിന്നും ബ്രാ അടർന്നു മാറിപ്പോകുന്നതും അവൻ്റെ ചുണ്ടിൽ പിന്നെയും കുസൃതി ചിരി സ്ഥാനം പിടിക്കുന്നതും കാണവേ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു. അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി അവിടം ചുംബനവർഷം തീർക്കുമ്പോഴും അവിടം തഴുകുമ്പോഴും നുണയുമ്പോഴും ഞെരിച്ചുടച്ചു അവൾക്ക് ചെറുനോവ് സമ്മാനിക്കുമ്പോഴും അവൾ കണ്ണു തുറന്നതേയില്ല. അവളുടെ ആ മൃദുലത അവൻ ആവോളം ആസ്വദിച്ചു. കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചുള്ള അവളുടെ ആ കിടത്തം കാണുമ്പോൾ അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ ആ നിമിഷം ഓർമ്മ വന്നത് അന്ന് ഇരുവരും നകുലനും നാഗവല്ലിയും ആയതാണ്. അവളുടെ വലതുമാറിൽ പല്ലുകൾ ആഴ്ത്തി ചെറുതായി നോവിച്ചു വിട്ടപ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. എനിക്ക് വേദനിച്ചു ട്ടോ ഷെബിക്ക, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ഡ്രസ്സ് വയറിൽ നിന്നും അല്പം താഴ്ത്തി പൊക്കിൾ ചുഴി കാണുന്നത് പോലെ വെച്ചതും കാണാൻ ആശിച്ചതെന്തോ കണ്ടെത്തിയതുപോലെ അവൻ്റെ കണ്ണുകൾ വികസിച്ചു. പൊക്കിൾ ചുഴിയുടെ വലതുവശം ചേർന്ന് കിടക്കുന്ന മറുക് കണ്ടതും അവൻ്റെ സർവ്വനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരുന്നു. അവിടെ നാവ് കൊണ്ട് തഴുകി അതിനു ചുറ്റും വട്ടം വരച്ചു.
നാവ് കൊണ്ട് അവളുടെ ചുഴിയുടെ ആഴമളന്നു. അവിടം ചുണ്ടമർത്തിയതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ ചുണ്ടുകൾ പിന്നെയും അവിടെ നിന്ന് താഴേക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടതും അവൾ അവൻ്റെ മുടിയിൽ പിടുത്തമിട്ടു. ശപിക, വേണ്ട, പ്ലീസ് വേണ്ട. അത് കേട്ടതും അവൻ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. വേണ്ടേ? അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ വേണ്ടെന്ന പോലെ തലയനക്കി. ശരി, വേണ്ടെങ്കിൽ വേണ്ട. എന്നാൽ നമുക്ക് ഇന്നത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാം അല്ലേ? പക്ഷെ നാളെ ഞാൻ നിന്നെ മുഴുവനായി എടുക്കൂട്ടോ. എനിക്ക് പേടിയാ. എന്തിനാ പേടി? ഞാനല്ലേ, ഞാൻ എൻ്റെ കുഞ്ഞു പെണ്ണിനെ നോവിക്കാതെ നോക്കിക്കോളാം, പോരെ? അത് കേട്ടെന്ന പോലെ അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. പിന്നീട് തൻ്റെ ഡ്രസ്സ് പൊക്കി വെക്കാൻ നേരം അവൻ അവളുടെ കൈകൾ പിടിച്ചു വെച്ച് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവിടം ചുംബിക്കാൻ തുടങ്ങി. പിന്നീട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ അടച്ചു പിടിച്ച് അവളുടെ മുടിയിലേക്ക് വിരലോടിച്ചു കൊണ്ടിരുന്നു. വൈകാതെ ഇരുവരും നിദ്രയിലേക്ക് വഴുതി വീണു.